ഗാസയിൽ ഫേസ് 2 പീസ് സബ്മിറ്റ് കൊണ്ടുവരികയാണ് ട്രംപ്. അപ്പം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അമേരിക്കയ്ക്ക് ഒന്നും തന്നെ ഇതിനകത്ത് പറയാനില്ല. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്, അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും തന്നെ പറയേണ്ടതില്ല. ശരിക്കും ഈ ഗാസ പീസ് സബ്മിറ്റ് രണ്ടാം ഘട്ടത്തിലേക്ക് 68 രാജ്യങ്ങളോളം ക്ഷണിച്ചിട്ടുണ്ട് ട്രംപ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫേസ് 1 തന്നെ അവിടെ കൃത്യമായിട്ട് പൂർത്തിയായിട്ടില്ല. ഹമാസിൻ്റെ സൈഡിൽ ഇപ്പം ഇസ്രായേൽ പറയുന്നത് ഹമാസ് ആയുധം ഉപേക്ഷിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അവർ ഫേസ് 1 എഗ്രിമെൻറ്റിനെ അവർ മാനിക്കുന്നില്ല, അവർ ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. അതേസമയം ഹമാസ് പറയുന്നത് ഇസ്രായേൽ കരാറിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും അത് ഒബേ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഹമാസിൻ്റെ നിലപാട്. ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള നിലപാടുള്ള സാഹചര്യത്തിലാണ് ട്രംപ് രണ്ടാം ഘട്ട പീസ് സബ്മിറ്റിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ഇന്ത്യ ക്ഷണിക്കുന്നു, ഒരുപാട് രാജ്യങ്ങൾ ക്ഷണിക്കുന്നു, റഷ്യ ക്ഷണിക്കുന്നു, വല്ലാത്ത രീതിയിൽ അങ്ങ് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പം ഈ ഇടയായിട്ട് ട്രംപിനെ പുകഴ്ത്താൻ ആൾക്കാരില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ ഇടയായിട്ട് യുദ്ധങ്ങളൊന്നും തന്നെ നിർത്താൻ കിട്ടുന്നില്ല. വിരലൊക്കെ ഭയങ്കര തരിപ്പാണ്. എങ്ങനെ യുദ്ധം നിർത്താതെ എങ്ങനെ ഞാൻ ജീവിക്കും? യുദ്ധം നിർത്തിയല്ലേ പറ്റൂ. ഈ ആഴ്ച ഒരു യുദ്ധവും നിർത്താൻ കിട്ടിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഗാസയുടെ പീസ് സബ്മിറ്റ് സെക്കൻഡ് ഫേസ് വിളിച്ചു കൂട്ട്. അപ്പോൾ നമുക്ക് ഗാസയിലെങ്കിൽ ഗാസയിൽ, ഇസ്രായേലെങ്കിൽ ഇസ്രായേൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു സ്റ്റേജ് ഇട്ട് ഒരു 10 പേരെ വിളിച്ച് ട്രംപിനെ ഒന്ന് പുകഴ്ത്തണം, വാനോളം പുകഴ്ത്തണം. എനിക്ക് തോന്നുന്നു ഷഹബാസ് ഷെരീഫിനെ തന്നെ വീണ്ടും വിളിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം കഴിഞ്ഞ തവണ നല്ല പെർഫോമൻസ് ആയിരുന്നു ഈജിപ്തിൽ. ഷർമൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഷഹബാസ് ഷെരീഫ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മില്യൺ കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചതാണ് ട്രംപ്. അതുകൊണ്ട് മഹാനാണ്, വല്ലവനാണ്, നല്ലവനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ട്രംപിന് വളരെ ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ പാകിസ്ഥാനും അമേരിക്ക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സാണ്. അമേരിക്കയ്ക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നടക്കൂല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേപോലത്തെ ഒരു പാർട്ട്ണറായിരുന്നു തുർക്കി ഇപ്പം സിറിയയ്ക്കുള്ളിൽ നല്ല രീതിയിൽ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്ക് ഇപ്പം SDFിൻ്റെ സൈഡിൽ നിൽക്കണോ അഹമ്മദ് അൽ ഷറയുടെ സൈഡിൽ നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷൻ. ഇപ്പം 10 വർഷം സംരക്ഷിച്ചുകൊണ്ടിരുന്ന SDFിനെ അങ്ങ് എടുത്തെറിഞ്ഞിരിക്കുകയാണ്. അഹമ്മദ് അൽ ഷറയുടെ തോക്കിന് മുന്നിൽ അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എത്ര വേണമെങ്കിലും നീ വെടിവെച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇപ്പം അമേരിക്കയുടെ നിലപാട്. അപ്പോൾ ആ നിലപാടുള്ള അമേരിക്ക, ഇരട്ടത്താപ്പിൻ്റെ അമേരിക്ക, ഗാസയുടെ രണ്ടാം ഘട്ട പീസ് സബ്മിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പീസ് സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഈ രണ്ടാം ഘട്ട പീസ് സബ്മിറ്റിലൂടെ ട്രംപ് മുന്നോട്ട് വെക്കുന്ന എക്സ്പെക്ടേഷൻസ് എന്താണ് പുള്ളി പ്രതീക്ഷിക്കുന്നത് പറഞ്ഞാൽ, ആക്രമണം കുറയും. അപ്പം ഗാസ പീസ് സബ്മിറ്റ് 1 സൈൻ ചെയ്തിട്ട് ആക്രമണം കുറഞ്ഞില്ലേ? അത് കുറഞ്ഞില്ല അത്രേ. അപ്പോൾ അതുകൊണ്ട് അത് കുറയും എന്നിവിടെ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഗാസയിലെ ഗവർണൻസ് വരും. ഗാസയ്ക്ക് ഒരു റൂളിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു റൂളിംഗ് ഗവർണൻസ് അവിടെ വരും. നടത്തിപ്പ് മാത്രമല്ല, ശരിക്കും ഇത് റൂളിംഗ് ഗവർണൻസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ശരിക്കും റൂളിംഗ് ഗവർണൻസ് എന്നുള്ളത് ട്രംപിൻ്റെ ഒരു പേരാണ്. അവിടെ എന്തോ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയെ വെച്ചിട്ട് അവിടെ റൂൾ ചെയ്യും എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെയാണ്. ശരിക്കും പറഞ്ഞാൽ ഏജൻസി എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ഏജൻസി. അതാണ് ട്രംപ് പറഞ്ഞാൽ കേൾക്കണം, ടോണി ബ്ലെയർ പറഞ്ഞാൽ കേൾക്കണം, ഇസ്രായേൽ പറഞ്ഞാൽ കേൾക്കണം. ആ രീതിയിലുള്ള ഒരു സർവീസ് ഏജൻറ്റ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അവരെ കൊണ്ടുവരും. അതിനാണ് ഈ പറയുന്ന ഗവർണൻസ് വരും എന്നൊക്കെ പറയുന്നത്. ഗാസയിൽ എന്ത് ഗവർണൻസ് വരാനാണ് ഇനി? പിന്നെ രാഷ്ട്രീയ മാറ്റം തുടങ്ങും. എന്ത് രാഷ്ട്രീയ മാറ്റം അവിടെ? ഒരു മാറ്റം വരാനില്ല. അവിടെ എന്ത് രാഷ്ട്രീയം? ഒരു രാഷ്ട്രീയമല്ല. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ. അവിടെ ഒന്നും ഇല്ല. ആ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ട്രംപ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ്. ഇപ്പൊ ഗാസയിൽ യഥാർത്ഥത്തിലുള്ള ഇപ്പൊ അവസ്ഥ എന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇസ്രായേലിന്റെ ഡ്രോണുകൾ തലങ്ങും വിലങ്ങും പറക്കുകയാണ് ഗാസയ്ക്ക് മേളിൽ. 24/7 ഇസ്രായേലിന്റെ നിരീക്ഷണത്തിലാണ്, പൂർണ്ണ നിരീക്ഷണത്തിലാണ് ഗാസ. ഡ്രോണുകൾ തലങ്ങും വിലങ്ങും പറക്കുകയാണ്. ഒരു ഈച്ച അനങ്ങിയാൽ പോലും അപ്പോഴത്തേക്ക് അവിടെ ബോംബിട്ട് തകർക്കും. ഇതാണ് നിലവിലെ ഗാസയുടെ അവസ്ഥ. പിന്നെ ഒറ്റ മനുഷ്യന്മാർക്ക് പോലും വീടില്ല. എല്ലാവരും ടെൻറ്റുകൾക്കുള്ളിലാണ് താമസം. മഴയും വെള്ളവും തണുപ്പും എന്ത് വന്നാലും അവിടുത്തെ ഹൈജീൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം മോശപ്പെട്ട അവസ്ഥയിലാണ് അവിടുത്തെ ഹൈജീൻ ഉള്ളത്. അത് പേഴ്സണൽ ഹൈജീൻ ആയിക്കോട്ടെ, വെള്ളത്തിനാണെങ്കിൽ നല്ല രീതിയിലുള്ള ക്ഷാമമുണ്ട്. അതുപോലെ അവിടെ സപ്ലൈസ് പ്രോപ്പറായിട്ടില്ല. അതുപോലെ ഈ റഫ ഗേറ്റ് ഇസ്രായേലിന് തോന്നുമ്പോൾ മാത്രം ആവശ്യത്തിന് തുറക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലിന് തോന്നണം ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണ്ടി മാത്രം തുറക്കും. അല്ലാത്ത പക്ഷത്തിൽ റഫ ഗേറ്റ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആശുപത്രികളിലാണെങ്കിൽ ദിനം പ്രതി മൃതദേഹങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ ആക്രമണത്തിൽ മരണപ്പെടുന്ന ആൾക്കാർ മാത്രമല്ല, അവിടുത്തെ ഡസ്റ്റ് അലർജി കൊണ്ടുള്ള ഈസിനോഫീലിയ പോലത്തെ അസുഖങ്ങൾ മൂലം മരണപ്പെടുന്ന ആൾക്കാരുണ്ട്, വാർദ്ധക്യം മൂലം മരണപ്പെടുന്ന ആൾക്കാരുണ്ട്. മരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ ഹോസ്പിറ്റലുകൾ, അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് ഉള്ളത്, ആ ഫെസിലിറ്റീസിലേക്ക് എത്തുകയാണ്. യുനിഫിലിന്റെ നേതൃത്വത്തിലുള്ള ഹെൽത്ത് കെയർ സെന്ററുകളിലാണ് ഇവരെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ സൈന്യം IDF എവിടെയും പിന്മാറിയിട്ടില്ല. ഇപ്പോഴും ഗാസയ്ക്കുള്ളിലുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
ഇപ്പോൾ വന്ന് സഹായങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പുനർനിർമ്മാണം അതിനെക്കുറിച്ച് യാതൊരു സൂചനയില്ല. കുറച്ച് JCB ഒക്കെ കൊണ്ടുവന്ന് അവിടെ നടക്കാനും പോകാനൊക്കെ റോഡുകളുടെ മേളിൽ കിടക്കുന്ന ബിൽഡിംഗ് റബിൾസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവിടെ ഒരു രീതിയിലുള്ള റീകൺസ്ട്രക്ഷൻ വർക്കും അവിടെ തുടങ്ങിയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഫണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളോ ഇനി ആര് ഇത് തുടങ്ങുമെന്നോ ഒരു സൂചനയുമില്ല. ഇതാണ് നിലവിലെ ഗാസയിലെ അവസ്ഥ. ഈ ഫേസ് 1 തന്നെ ഒരു രീതിയിലുള്ള മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. 1ാം ഘട്ട സമാധാന കരാർ ഒപ്പുവെച്ചിട്ടാണ് ഇസ്രായേലും ഗാസയും മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോഴും അവിടെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം പേപ്പറിൽ റെക്കോർഡിക്കലി ജസ്റ്റ് സൈൻ ചെയ്തു പോയ പേപ്പറുകൾ മാത്രമാണ്, വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതിലുപരിയായിട്ട് യഥാർത്ഥത്തിൽ ഗാസയ്ക്കുള്ളിൽ ഒരു രീതിയിലുള്ള മാറ്റവും വന്നിട്ടില്ല. ഈ ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റ പറയുന്നത് അമേരിക്കയുടെ നിലപാടുകൾ എപ്പോഴും യുദ്ധം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നിയന്ത്രിക്കുക, പക്ഷേ യുദ്ധം നിർത്തത്തില്ല, യുദ്ധം നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഗാസയുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ നിലപാട് ഇതാണ്. പരമാവധി ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കുക, പരമാവധി ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രയോറിറ്റി. ഇതുകൊണ്ട് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ക്രിറ്റിസിസം, അതായത് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്ന പ്രഷർ കുറയ്ക്കുക, അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കും. ഇതിനു വേണ്ടി മാത്രമാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നാണ് ഗാസയുടെ സൈഡിൽ നിന്നും പറയുന്നത്. ഹമാസാണ് ഇത് കൃത്യമായിട്ട് പറയുന്നത്. ശരിക്കും ഗാസയിലെ ഹമാസ് പറയുന്നത് ഇത് ഒരു പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്, ഈ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ഇത് ഒരു ആത്മാർത്ഥമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട് മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ നിറഞ്ഞ ഒരു കരാറല്ല എന്നുള്ളതാണ് ഹമാസിന്റെ നിലപാട്. ഹമാസ് പറയുന്നത് അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും സമ്മർദ്ദത്തിലാക്കാൻ പറ്റും, എന്നിട്ട് വരുതിക്ക് നിർത്തി ഈ യുദ്ധത്തിന് ഒരു അറുതി ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അമേരിക്ക അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഹമാസിന്റെ വാദം. അമേരിക്ക ഒരു ബയാസ്ഡ് മീഡിയേറ്റർ ആണെന്നാണ് ഹമാസിന്റെ അഭിപ്രായം. അമേരിക്ക ഒരു ബയാസ്ഡ് മീഡിയേറ്റർ ആണെന്നാണ് അവർ പറയുന്നത്. അതായത് യുദ്ധത്തെ മറ്റൊരു രൂപത്തിൽ തുടരാൻ അനുവദിക്കുന്ന ഒരു സംഘടനയാണ് അമേരിക്ക. ഇങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് അവർ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കും, ഒരു വിധത്തിലില്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ യുദ്ധം നടത്താൻ അവർ സമ്മതം കൊടുക്കും. അതാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നാണ് ഹമാസ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഓൾമോസ്റ്റ് ഇതിനോട് യോജിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, അതായത് അമേരിക്കയുടെ താല്പര്യമാണിത്, അമേരിക്കയ്ക്ക് എന്തൊക്കെയോ നേടാനുണ്ട്, അമേരിക്കയ്ക്ക് ഒരു സമാധാന പ്രാവ് എന്നുള്ള നിലയിൽ അംഗീകാരം കിട്ടേണ്ടതുണ്ട് ട്രംപിന്. പക്ഷെ നെതന്യാഹു ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞിരിക്കുന്നത് പ്രതീകാത്മകമാണ്, സിംബോളിക്കാണ് ഈ എഗ്രിമെന്റുകളും ഈ കൂടിക്കാഴ്ചകളും ഈ ഫേസ് 1 ഫേസ് 2 ഇതെല്ലാം തന്നെ പ്രതീകാത്മകമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് സിംബോളിക്, അതിലുപരിയായിട്ട് ഇതിനകത്ത് ഒന്നുമില്ലെന്നാണ് നെതന്യാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത്. യുദ്ധം നടത്തുന്ന ഇസ്രായേലിന്റെ സൈഡിലുള്ള നെതന്യാഹുവിനായിക്കോട്ടെ, അതേപോലെ ഗാസയുടെ സൈഡിലുള്ള ഹമാസ് ആയിക്കോട്ടെ, ഇവർക്ക് കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ആ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് രണ്ട് സൈഡിൽ നിന്നും പുറത്തു വരുന്നത്. പക്ഷേ ഇത് മനസ്സിലാകാത്ത ഒരു വ്യക്തിയാണ് ട്രംപ്. ഈ ഫേസ് 2 എന്ന് പറയുന്നത് ഇസ്രായേലിന് ബാധകമായിട്ടുള്ള കരാറല്ല. കാരണം ഫേസ് 1 തന്നെ ഹമാസ് അംഗീകരിച്ചിട്ടില്ല, ആയുധം താഴെ വെച്ചിട്ടില്ലല്ലോ. അതാണല്ലോ പ്രധാനപ്പെട്ട കണ്ടീഷൻ. അപ്പോൾ ആ കണ്ടീഷൻ തന്നെ ഇവിടെ പൂർത്തിയാക്കാതെ എങ്ങനെയാണ് സെക്കൻഡ് ഫേസിലേക്ക് പോകുക എന്നുള്ളതാണ് നെതന്യാഹുവിന്റെ ചോദ്യം. വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യമാണ്. ഈ പാലസ്തീൻ ഭരണസമിതി എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്, അത് വെറും നാടകമാണെന്നാണ് പറയുന്നത്. രണ്ടു കൂട്ടരും അതാണ് പറയുന്നത്, അത് വെറും നാടകമാണെന്നാണ് പറയുന്നത്. ഈ നിർദ്ദേശിച്ചിരിക്കുന്ന പാലസ്തീൻ ഭരണസമിതിയും അതും ഒരു സിംബോളിക്കാണ്. അവരെ കൊണ്ടൊന്നും ഭരിക്കാൻ അവിടെ കഴിയുകയുമില്ല, അതിന് ഇസ്രായേൽ അനുവദിക്കില്ല. ഇസ്രായേൽ അനുവദിച്ചാലും ഹമാസ് അനുവദിക്കില്ല, അതും കൂടി പറയുന്നുണ്ട്. ഇസ്രായേൽ ഒരു പാലസ്തീൻ ഭരണകൂടത്തിനും അംഗീകരിക്കുന്നില്ല, പ്രത്യേകിച്ച് ഹമാസിനെ അംഗീകരിക്കുന്നില്ല. അതേപോലെ പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞ PIJ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അവരെയും അംഗീകരിക്കുന്നില്ല. ഹമാസ് പറയുന്നത് ട്രാൻസിഷൻ, എന്ത് ട്രാൻസിഷനാണ്? ഒരു രീതിയിലും ട്രാൻസിഷൻ സാധ്യമല്ല. കാരണം ട്രാൻസിഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം IDF പുറത്തു പോകണം. ഇസ്രായേൽ ഇല്ലെങ്കിൽ മാത്രമേ ഇവിടെ ട്രാൻസിഷൻ നടക്കുള്ളൂ. ഇസ്രായേൽ ഇവിടെ എത്രത്തോളം കാലം നിലനിൽക്കുന്നുണ്ടോ അത്രത്തോളം കാലം ഇവിടെ ട്രാൻസിഷൻ നടക്കില്ല എന്നാണ് ഹമാസ് പറഞ്ഞു വെക്കുന്നത്. സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം ഏതാണ്ട് 460 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ എന്നാണ് ഹമാസിന്റെ സൈഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. അതിലുപരിയായിട്ട് 1100 പ്രാവശ്യം ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നുള്ള കണക്കും കൂടി അവർ പറയുന്നുണ്ട്. കൃത്യമായിട്ട് എഴുതി കുറിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 1100 പ്രാവശ്യം ഈ ഗാസയിലെ ആദ്യത്തെ സമാധാന കരാർ ഒപ്പിട്ട് ട്രംപ് ഷർമൽ ഷെയ്ഖിൽ നിന്ന് മടങ്ങിയതിന് ശേഷം ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് 1100 പ്രാവശ്യം. അപ്പോൾ സെക്കൻഡ് ഫേസിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ ഹമാസ് പറഞ്ഞിരിക്കുന്നത് റഫ ബോർഡർ തുറക്കണം, പൂർണ്ണമായിട്ട് തുറക്കണം, ഒരു നിയന്ത്രണം പാടില്ല, അങ്ങോട്ട് ജനങ്ങൾക്ക് പോകാൻ പറ്റണം, ഇങ്ങോട്ട് വരാൻ പറ്റണം. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ട് പിൻവാങ്ങണം, ഈ കൊലപാതകങ്ങൾ നിർത്തണം. ഇത് ആദ്യം ഒക്ടോബർ 7 2023 അങ്ങോട്ട് കയറി പോകുമ്പോൾ ഇത് ആലോചിക്കണമായിരുന്നു. അങ്ങനെ ആലോചിക്കാതെ എടുത്തു ചാടിയത് കൊണ്ടുണ്ടായ ഭവിഷ്യത്താണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പോകണം എന്ന് പറഞ്ഞാൽ അവർ പോകും? ഒരു രീതിക്കും അവർ പോവില്ല. അവർക്ക് കിട്ടിയ ഒരു അവസരമാണിത്. അവസരം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? പിന്നെ വലിയ തോതിൽ പുനർനിർമ്മാണം സ്റ്റാർട്ട് ചെയ്യണം.
റീകൺസ്ട്രക്ഷനുള്ള പെർമിഷൻ, അതിനുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടിടങ്ങൾ പണിത് തുടങ്ങണം. ഇത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ഫേസ് 2 ജസ്റ്റ് ഒരു പ്രഖ്യാപനം മാത്രമാണ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ പാലസ്തീനിയൻ ഭരണസമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ കൊണ്ടുവരുന്നു, ഇവിടെ ഒരു ഗവർണൻസ് കൊണ്ടുവരുന്നു പറഞ്ഞാൽ ഇതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഇസ്രായേൽ, അമേരിക്ക, ഈജിപ്റ്റ്, ഈ 3 രാജ്യങ്ങളായിരിക്കും ഇത് നിയന്ത്രിക്കുക. പാലസ്തീനികൾക്ക് എവിടെയാണ് ഇവിടെ റോൾ എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ ഭരണസമിതിക്ക് അഥവാ ഈ ഗവർണൻസിന് വേണ്ടി വരുന്ന ഈ ടീമിന് വിമാന സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെർമിഷനും ഇല്ല. അതിർത്തികൾ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇവർക്ക് അതിർത്തികൾ നിർണ്ണയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു റോളും ഇല്ല. ഇവർക്ക് യാത്രാ സ്വാതന്ത്ര്യം പോലും ഇല്ല. പിന്നെ എന്ത് ഭരണസമിതിയാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അപ്പോൾ അതാണ് ഇവർ പറയുന്നത്, ഇത് ഭരണമല്ല, ശരിക്കും ഇത് സേവനമാണ്. അതായത് ഇസ്രായേൽ എന്ത് പറയുന്നു അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണസമിതിയെ ഇവർ കൊണ്ടുവരികയാണ്. അതിന് ഭരണസമിതി എന്ന് പേരിട്ടിട്ടുണ്ട്. അത് ഭരണസമിതിയല്ല, അത് ശരിക്കും സർവീസ് ഏജന്റ് ആണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഹമാസ് പറയുന്നത് ഞങ്ങൾ ഭരണത്തിൽ നിന്നും പിന്മാറുന്നുണ്ട്. അതായത് ഞങ്ങൾ ഗാസയിൽ റൂളിങ്ങിൽ ഉണ്ടാവില്ല, പക്ഷേ ഞങ്ങൾ സെക്യൂരിറ്റി ഫോഴ്സ്, ഡിഫൻസിൽ ഞങ്ങൾ ഉണ്ടാവും. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ എന്ത് ഭരണം, എന്ത് ഡിഫൻസ്? ഒരു 60x40 കിലോമീറ്റർ വിസ്തീർണത്തിലുള്ള ഒരു സ്ഥലത്തിൽ എന്ത് ഡിഫൻസ്, എന്ത് ഭരണസമിതി? രണ്ടും എല്ലാം ഒന്ന് തന്നെയാണ്. ഹമാസിന്റെ ഒരു ഉടായ്പാണിത്, ഹമാസിന്റെ ഇരട്ടത്താപ്പാണ്. പക്ഷെ അത് അവർ വലിയ രീതിയിൽ ഞങ്ങൾ എന്തോ ഒരു സാക്രിഫൈസ് ചെയ്യുന്നത് പോലെ അവർ പറഞ്ഞു കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങളും പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും പലതും പറയുന്നു എന്നുള്ള രീതിയിൽ അവരതിനെ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒന്നായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഡിഫൻസ് പ്രൊട്ടക്ഷനും റൂളിങ്ങും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഗാസയ്ക്കുള്ളിൽ. അതാണ് അവർ പറയുന്നത്. ഗാസയുടെ സിവിൽ ഭരണത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറാൻ തയ്യാറാണ്, പക്ഷേ ആയുധം താഴെ വെച്ചിട്ട് ഡിഫൻസിൽ നിന്നും പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ പോയിന്റിലാണ് ഇസ്രായേൽ പിടിച്ചു നിൽക്കുന്നത്. ഏത്? ഈ ആയുധം താഴെ വെച്ചിട്ട് ഡിഫൻസ് ഫോഴ്സ് ഒഴിവാക്കിക്കൊണ്ട് ഹമാസ് പൂർണ്ണമായിട്ട് പിന്മാറണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ റിക്വസ്റ്റ്. ആ റിക്വസ്റ്റ് അംഗീകരിക്കാത്ത പക്ഷത്തിൽ ഒരു രീതിയിലും ഗാസയെ വിട്ടുകൊടുക്കുന്ന ഏർപ്പാടില്ല. ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി തന്നെ 60% സ്ഥലം യെല്ലോ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡർ വെച്ചിട്ട് ഇസ്രായേൽ ഓൾറെഡി തന്നെ പിടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനകത്ത് ഒരു രീതിയിലുള്ള അവകാശം ഈ ഗാസ നിവാസികൾക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതും കൂടി അവർ പറയുന്നുണ്ട്. ഞങ്ങൾ ഗാസയിലെ സിവിൽ ഭരണകൂടത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഇസ്രായേലിന്റെ വാദം പൊളിയുന്നതായിട്ടാണ് അവർ പറയുന്നത്. അതായത് ഇസ്രായേൽ പറയുന്നത് ഗാസയിൽ ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണല്ലോ ഇസ്രായേലിന്റെ റിക്വസ്റ്റ്. അത് ഞങ്ങൾ പാലിക്കാൻ തയ്യാറാണ്, പക്ഷേ ഇസ്രായേലാണ് അംഗീകരിക്കാത്തത്, അവരാണ് അഡമന്റ് ആയിട്ടിരിക്കുന്നത് എന്നുള്ള വാദമാണ് ഹമാസ് ഉയർത്തുന്നത്. പക്ഷേ ഇവരുടെ ഇരട്ടത്തപ്പ് എന്താണ്? ഇവർ ആയുധം വെച്ച് കീഴടങ്ങില്ല എന്നുള്ളതാണ് ഇവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിഷയമാണ് എംഫസൈസ് ചെയ്ത് സംസാരിക്കേണ്ടതും, അതിനാണ് സൊല്യൂഷൻ കാണേണ്ടതും. പക്ഷെ അതിനൊരു സൊല്യൂഷൻ കാണാൻ ഹമാസ് തയ്യാറല്ല. ആയുധങ്ങളുടെ കാര്യം വരുമ്പോഴത്തേക്കും ഹമാസ് പറയുന്നത് ആയുധം അങ്ങനെ ഉപേക്ഷിക്കാനാവില്ല, കാരണം അത് സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്, അത് ഫ്രീഡത്തിന്റെ പ്രശ്നമാണ്. ആയുധം സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നമാണെന്നാണ് അവർ പറയുന്നത്. അത് ഞങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഗാസ ഒരു മാനേജ്മെന്റ് പ്രദേശമായിട്ട് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കോർപ്പറേറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് പോലെ ആയി മാറും ഗാസ എന്നാണ് ഹമാസ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, അത് ഓഫീസ് പോലെയോ കോർപ്പറേറ്റ് പോലെയോ എന്തും ആയിക്കോട്ടെ, ജനങ്ങൾക്ക് സുഭിക്ഷമായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അന്തരീക്ഷമായിട്ട് അത് മാറണം എന്ന് മാത്രമാണ് ആഗോളതലത്തിൽ പരമാവധി ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അത് മാനേജ്മെന്റ് ആയിട്ട് മാറും, കോർപ്പറേറ്റ് ആയിട്ട് മാറും, അതുകൊണ്ട് ഞങ്ങൾ തോക്കെടുത്തുകൊണ്ട് നടക്കും, ഞങ്ങൾ ഇതേപോലെ ഒരു 2 വർഷം കൂടുമ്പോൾ 3 വർഷം കൂടുമ്പോൾ ഇസ്രായേലിന്റെ അതിർത്തി പൊളിച്ച് അകത്തേക്ക് കയറും, എന്നിട്ട് ഞങ്ങൾ ടണൽ ഉണ്ടാക്കും, ഞങ്ങൾ ഇവിടെ ആയുധങ്ങൾ പതുക്കി വെക്കും, ഇതെല്ലാം തന്നെ വളരെ മോശപ്പെട്ട പ്രവർത്തികളാണ്. ഇതൊക്കെ തീവ്രവാദപരമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു രാജ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ഡിഫൻസ് സെക്യൂരിറ്റി അമ്മാതിരിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം നിങ്ങൾ തീവ്രവാദപരമായിട്ടുള്ള നിലപാടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീവ്രവാദ നിലപാടിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തൊട്ടടുത്ത അയൽ രാജ്യത്തിന് ഒരു ഭീഷണിയായിട്ട് മാറുമ്പോൾ അവർ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ അത് എത്രമാത്രം ശക്തിയായിട്ടുള്ള ഒരു രാജ്യമാണെന്നുള്ളത് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഗാസയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഗാസയെ സംബന്ധിച്ചിടത്തോളം വളരെ വീക്കായിട്ടുള്ള ഒരു ഫോഴ്സാണ് ഗാസയിലുള്ളത്. അതുകൊണ്ടാണ് ഈ ഒളിപ്പോര് നടത്തേണ്ടി വരുന്നത്. പക്ഷേ ഇസ്രായേൽ അവിടെ ഒളിച്ചല്ല വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് ട്രെയിൻഡ് ആർമിയാണ്. അപ്പോൾ ട്രെയിൻഡ് ആർമി ഫോഴ്സിന്റെ മുന്നിലാണ് നിങ്ങൾ കിടന്ന് ഈ കളിക്കുന്നത്. ഈ തരികടയൊക്കെ അവർക്ക് പുത്തരിയൊന്നുമല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹമാസ് ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഗാസയിലെ സീസ് ഫയർ 1 അല്ല 2 അല്ല 3 അല്ല, ട്രംപിന് വേണമെങ്കിൽ 10 എണ്ണം വേണമെങ്കിലും നടത്താം, അപ്രിസിയേഷൻ നേടാം, പലരുടെ വായിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള അപ്രിസിയേഷൻസ് ഒക്കെ കേൾക്കാം. പ്രത്യേകിച്ച് ഷാബാസ് ഷെരീഫിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആവർത്തിച്ച് ഇങ്ങനെ സ്വയം പുകഴ്ത്തൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം എന്നുള്ളതിലല്ലാതെ ഇതിനകത്ത് ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റ്സും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഗാസ സീസ് ഫയർ 2 എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത ഉടനെ തന്നെ ട്രെയിലറും ടീസറും എല്ലാം ഇറങ്ങും. ഇനിയിപ്പം അത് വെച്ചിട്ട് ഇനിയിപ്പോൾ മാധ്യമങ്ങൾ ഇവിടെ പൊളിച്ചെടുക്കും. പക്ഷേ ഇതിന്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഗാസയിൽ നടക്കാനിരിക്കുന്ന പീസ് സമ്മിറ്റ് സെക്കൻഡ് ഫേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൂർണ്ണമായിട്ടുള്ള വിവരമാണ് ഞാനിവിടെ തരാൻ ശ്രമിച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.